ജെനീസ് സോ ഇവിടെ ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കണ്ടോ ഇതാണ് ഇവിടുത്തെ ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ പണിക്കാർ, ആൾക്കാർ. കട പറക്കാനുള്ള പരിപാടിയിലാണ് പ്രശാന്ത്. എന്താ കിട്ടി കാണിച്ച नसीब अच्छा है. ആപ്പിളാണ്. ഇപ്പം മൂത്തുന്നത് നല്ലതാണോ? നമുക്ക് വിളവെടുപ്പ് നടത്തിക്കൊന്ന് പോയേക്കാം. ഇപ്പൊ ഇവിടെ ഇതിന്റെ ഹാർവെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കി നോക്കാം. ഇതിന്റെ കസന്നല്ല പറയുന്നത്. प्याज पूरा कटेगा. ആ സ്പീഡ് കണ്ടോ ആൾക്ക് വാമായി. നമ്മൾ ക്യാമറ എടുക്കണ്ടോ? അതിന് സ്റ്റൈലുണ്ട് കണ്ടോ. ആ അങ്ങനെ പ്രശാന്തിന് ആളൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാബേജ്. ലിഷ, ജെന്നീസ് ഒരു ക്യാബേജ് മേടിച്ചോ. ഇതാ ആളൊരു ക്യാബേജിന്റെ മേടിച്ചോ. ഇവിടെ ഒരു ഉത്സവമായി ഇവിടെ. കിട്ടിയ ഗ്യാപ്പില് പ്രശാന്ത് കുറെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനുണ്ടോ.
ഇതാണ് നമ്മുടെ ദൈതിലുള്ള ഒരു ഫാമാണ്, ചെറിയ ഫാമാണ്. ഇവിടെ നമുക്ക് എൻട്രി ഫ്രീ ആണ്, കുഴപ്പമില്ല. പാകിസ്ഥാനികളാണ് ചെയ്യുന്നത്. ഇത് അവർ ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് ഇങ്ങനത്തെ കൃഷികളാണ് ചെയ്യുക. കസ്, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനത്തെ കാര്യങ്ങൾ. ചൂടുകാലം ആകുമ്പോൾ പിന്നെ അവർ വെണ്ടയ്ക്ക, പിന്നെ വഴുതനങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറഞ്ഞത്. ഈ തണുപ്പ് കാലത്ത് ഇങ്ങനത്തെ കൃഷികൾ. അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക, കാണാൻ നല്ല കണ്ണിന് ഒരു കുളിർമയേകുന്ന ഒരു ഫാമാണ്. അപ്പോൾ പ്രശാന്ത് ഇഷ്ടമായില്ല. പ്രശാന്തിന് ഒരു നേരം പോക്കും ഒരു കണ്ണിന് ഒരു കുളിർമയേക്കുന്നതാണ് ആൾ പറയണത്. അപ്പോൾ പ്രശാന്ത് എന്ന് പറയാനുള്ള പറഞ്ഞോ. എല്ലാവരും വന്ന് കാണുക. എല്ലാം അടിപൊളി. വെറുതെ സിറ്റിക്കകത്തൊക്കെ വെറുതെ ഇരിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കണ്ണിന് മനസ്സിനും ശരീരത്തിനൊക്കെ നല്ല സുഖം കിട്ടും. നല്ല കാറ്റ്, തണുത്ത കാറ്റ്, ഒരു എന്താ പറയുക നാട്ടിലൊരു പ്രതീതി. നാട്ടിലിതുപോലെ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ നാട്ടിലൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റില്ല. മരുഭൂമിയാണ്, ചുറ്റിലും മരുഭൂമിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഫാമുകളുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ ഒരു ഫാം മാത്രമേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫാം കണ്ട് വളരെ എൻജോയ്മെൻ്റ് ആയി. കണ്ടിന്യൂ ആണ്. ഈ പാകിസ്ഥാനികൾ ഇത് പാട്ടത്തിനെടുത്തിട്ടുള്ള ഒരു ഫാമാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒന്ന് കാണാം, പ്രശ്നമുള്ള കേസല്ല. അവർ വളരെ എന്താ പറയുക സഹകരിക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞുതരാം. നേച്ചുറലായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സെക്ഷൻ വൈസാണ് അത് കേബേജ് ഇടുക. അപ്പോൾ അവർക്ക് റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് അവർ ഓർഡർ എടുത്തിട്ട് അതിനനുസരിച്ചുണ്ടായി. ഇത് രണ്ടാമത്തെ സെക്ഷനാണ്. ഇനി അവിടുത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇവിടേക്ക് വരും. ഇതിന് അടുത്തത് എപ്പോഴും ഒറ്റടിക്ക് വളർന്നു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞിട്ടോ. ഇത് ഉണ്ടായി വരണുള്ളോ. അപ്പൊ അവര് അത്രയും ആസ്വദിച്ചിട്ട് അപ്പൊ നമ്മള് തോട്ടത്തിനുള്ളിൽ നടത്തുവാണ്. നല്ല രസമുണ്ട്, നല്ല കാഴ്ച, നല്ല ഫുൾ ഗ്രീനറിയാണ്. അതുപോലെ ഈ വീഡിയോയിൽ ഞങ്ങൾ അത് ശരിക്കും ഒരു ട്രെയിനിന്റെ ഉള്ളിൽ കാണുന്ന രസമുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അല്ല, നിങ്ങൾക്ക് അവിടെ കാണാം ബാക്കില് ഫുള്ള് ക്യാബേജ് കുന്നുകൂടി കിടക്കാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുന്ന സമയത്ത് അങ്ങെടുത്ത് തന്നതാണ് ഒരു പെട്ടിയിൽ ക്യാബേജ് ലീഫും അതുപോലെ 5 ക്യാബേജും. So Janice, Jennifer and Denise sign off. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ പിന്നെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ആയി പോകും. അതുകൊണ്ട് ഒരു വട്ടം മാത്രമേ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി അമർത്തണം. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫൈഡ് ആയിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Share and subscribe channel. Bye.